കൂടുതൽ സൈന്യം വയനാട്ടിലേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നമ്മൾ മണിക്കൂറുകളായിട്ട് ഉറ്റുനോക്കുന്നത് തന്നെയാണ്. 10-13 മണിക്കൂറായി വയനാട്ടുകാർ തന്നെ, ചൂരൽമലക്കാർ തന്നെ. ഇപ്പോൾ നമുക്കൊപ്പം മുണ്ടക്കയിൽ നിന്നുള്ള പ്രദേശവാസിയായ റായിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റായിൻ, നിങ്ങൾ മുണ്ടക്കയിലാണോ ഉള്ളത്? നിങ്ങൾ സുരക്ഷിതരാണോ? സുരക്ഷിതമാണ്, പക്ഷെ ഞങ്ങൾക്ക് നിങ്ങൾ മുണ്ടക്കയിൽ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പൊ ഉരുൾപൊട്ടിന്റെ അപ്പുറത്ത് റാണി, പിന്നെ വനറാണിയുടെ എസ്റ്റേറ്റിന്റെ അപ്പുറം നാഗമലയിലെ സൂപ്പർവൈസറാണ്. നാഗമലയിലാണ്, മുണ്ടക്കൈ നാഗമലയിലാണ് നിങ്ങളുള്ളത്. അത് റിസോർട്ടാണോ അത് എസ്റ്റേറ്റ് ആണോ? അല്ലല്ല, റിസോർട്ട് അല്ല, അത് ഏലത്തോട്ടാണ്, ആ കൃഷിയാണ്. ഞങ്ങൾ നെൽമ്പുള്ള ആൾക്കാർ ടോമിയാണ്. റായിൻ, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് റായിൻ? എന്റെ കൂടെ റായിന്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫ് ആണോ? നിങ്ങൾ നിൽക്കുന്ന സ്ഥലം, എനിക്ക് എത്ര പേരാണ് ഉള്ളതെന്ന് നമുക്ക് ഈ റേഞ്ച് പ്രശ്നമുണ്ട്, സ്വാഭാവികമാണ്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്? 12 കുട്ടികളും 10 ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാര് കുട്ടികളടക്കമുള്ള ഒരു കൂടെ ഉണ്ടല്ലേ? ഈ പുഴയിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? ഈ പുഴ കടക്കാൻ നിങ്ങൾക്ക് അവിടെ നിന്ന്, ഈ നാഗമലയിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്? നാഗമലയിൽ നമ്മൾ ഒരു പൊട്ടിയോടത്തേക്ക് ഒരു 300 മീറ്റർ ഉണ്ടാവും. 300 മീറ്റർ. നമ്മൾ ഈ പുഴ കടക്കുന്ന സ്ഥലമുണ്ടല്ലോ, നിങ്ങൾക്ക് പുറത്ത് കടക്കണമെങ്കിൽ പുഴ കടക്കണമല്ലോ അല്ലെ? അത് എത്ര ദൂരം ഉണ്ട്? അതന്നെ ഒരു 300 മീറ്റർ ഉണ്ടാവും ടോട്ടല്. 300 മീറ്റർ ആണോ പുഴയിലേക്കുള്ള ദൂരം? അതെ 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 അതെ. പക്ഷെ നിങ്ങൾക്ക് കടക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് അല്ലേ? അതെ അതെ അതെ, അങ്ങനെ കിടക്കാൻ പറ്റൂല. ഓക്കെ, ഏതായാലും നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം സേഫ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ഇപ്പൊ നിൽക്കുന്ന സ്ഥലം സേഫ് ആണ്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം തൽക്കാലം സേഫ് ആണ്, പക്ഷെ പേടിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്ന ഒന്നും പറയാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ട് റായിൻ, പക്ഷെ എന്നാലും നിങ്ങൾ സേഫ് ആണല്ലോ. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. നിങ്ങൾ അത്രയും പേര് അവിടെ സേഫ് ആയിട്ട് നിൽക്കുകയാണല്ലോ. വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ സേനയുടെ സംഘം അവിടെ ഉണ്ട്. മുണ്ടക്കൈയിലേക്ക് അകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്ത് ആൾക്കാർക്ക് എത്തുന്നുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് നിങ്ങൾ അടക്കമുള്ളവർ പുറത്ത് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് വളരെ ഉണ്ടാകും. സമാധാനമായിട്ടിരിക്കൂ റായിൻ, സുരക്ഷിതരായിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കൂ. നാഗമലയിൽ നിന്ന് റായിൻ വിളിക്കുന്നു. അവിടെ നാഗമല എസ്റ്റേറ്റിൽ തേയിലത്തോട്ടത്തിന്റെ എസ്റ്റേറ്റിൽ അവിടെ 12 പേരോളം കുടുങ്ങിക്കിടക്കുന്നു. കുട്ടികളടക്കമുള്ളവരുണ്ട്, സ്ത്രീകളടക്കമുള്ളവർ ആ 12 പേരിലുണ്ട്. 300 മീറ്റർ, അതായത് പുഴക്കരയിലേക്ക് 300 മീറ്റർ, ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് 300 മീറ്റർ ആണുള്ളത്. റായിനും സംഘവും അവിടെ ഉള്ളത്. സുബൈദയെ നമുക്കൊപ്പം ചേർന്നത്. സുബൈദ, എന്താണ് പറയാനുള്ളത്? എവിടെ നിന്നാണ് വിളിക്കുന്നത് സുബൈദ? സഹോദരിയും ഫാമിലിയും അവിടെ പള്ളീന്റെ അടുത്താണ് ചൂരൽമല. അവിടെ മുനീർ, ഷമീർ, റുക്സാന ഇവരെയൊന്നും ഒരു കോണ്ടാക്റ്റും കിട്ടുന്നില്ല ഇതുവരെ. അവരെവിടെയായിരുന്നു? ചൂരൽമലയിലോ മുണ്ടക്കൈയിലോ? ചൂരൽമല പള്ളീന്റെ അടുത്ത്. പള്ളിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? ഇന്നലെ എങ്ങാനും വിളിച്ചിരുന്നോ? ഇല്ല, ഇന്നലെ വിളിച്ചിരുന്നു. കുറച്ച് മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നും അറിയുന്നില്ല. പിന്നെ ഒരു കോണ്ടാക്റ്റും കിട്ടുന്നില്ല. ഓക്കെ, ആരൊക്കെയാണ്? മുനീർ, ഷമീർ, റുക്സാന എന്നുള്ളവർ. ഈ ചൂരൽമലയിലെ ആൾക്കാരെയൊക്കെ നേരത്തെ ഒരു ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിരുന്നു. ഒരു പക്ഷേ ഈ 3 പേരും ആ ക്യാമ്പുകളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഫോണൊന്നും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. ഭയപ്പെടാതിരിക്കൂ സുബൈദ, അവര് സേഫായിട്ട് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ചില ആൾക്കാരൊക്കെ ചെറിയ പരിക്കൊക്കെ പറ്റി ആശുപത്രികളിലുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ആശുപത്രികളിൽ നിൽക്കുന്നവർക്കൊന്നും ഫോൺ കയ്യിലില്ലാത്ത ഒരു വിഷയമുണ്ട്. അപ്പോൾ അങ്ങനെ ആകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. സമാധാനമായിട്ടിരിക്കൂ സുബൈദ. ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് സമാധാനമായിട്ടിരിക്കൂ എന്നുള്ളത് മാത്രമാണ്. ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ചൂരൽമലയിലുള്ള ബന്ധുക്കളെ കിട്ടുന്നില്ല. പള്ളിന്റെ ഭാഗത്ത് പള്ളിക്കോ വല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? പള്ളിയുടെ ഭാഗത്തല്ലേ? ചൂരൽമല പള്ളിയുടെ ഭാഗത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ആ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ളവരെല്ലാരെയും മിക്കവരെയും ഈ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരും ആ ക്യാമ്പിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് സുബൈദ. അങ്ങനെ കരുതാം, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. സമാധാനമായിട്ടിരിക്കൂ സുബൈദ. റായിൻ